നമസ്കാരം. വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നിങ്ങളിലൂടെ തന്നെ ആവട്ടെ. ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ. ടേണിംഗ് പോയിൻ്റ്. ഈ സംരംഭത്തിൻ്റെ അമരക്കാരിൽ ഒരാൾ നമുക്ക് ഏറെ പ്രിയങ്കരനാണ്. ഉദയനാണ് താരം എന്ന ആദ്യ ചിത്രത്തിലൂടെ സിനിമയിലെ സ്വന്തം വഴിത്തിരിവ് കണ്ടെത്തിയ പ്രിയ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ്. അതിനുശേഷം നോട്ട്ബുക്ക് തൊട്ട് സ്കൂൾ ബസ് വരെ വ്യത്യസ്തങ്ങളായ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച ഒരു പിടി നല്ല ചിത്രങ്ങൾ. ടേണിംഗ് പോയിൻറ്റും മറ്റ് വിശേഷങ്ങളും. വെള്ളി നക്ഷത്രങ്ങളുടെ ഇന്നത്തെ യാത്ര റോഷൻ ആൻഡ്രൂസിനൊപ്പം. റോഷൻ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഞങ്ങൾ ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ ഒരു വലിയ സംവിധായകനെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവാർഡുകൾ കിട്ടുമ്പോഴൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഞങ്ങൾ പിടിച്ച് ഇരുത്താറൊരു സ്ഥലത്ത്. പക്ഷേ ഇപ്പം റോഷൻ ചേട്ടനെ ഈ ഒരു സമയത്ത് ഇവിടെ കൊണ്ടിരുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റോഷൻ ചേട്ടൻ ഞങ്ങൾക്ക് ഈ ന്യൂ ഇയർ പ്രമാണിച്ച് തന്ന ഒരു ഷോക്കാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം റോഷൻ ചേട്ടനെ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അയ്യോ റോഷൻ ആൻഡ്രൂസിനെ പോലെ ഒരാൾ എന്നാണ്. പിന്നീടാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ റോഷൻ ചേട്ടൻ സ്വയം കണ്ടെത്തിയ ഒരു മാറ്റമാണെന്നും ആ മാറ്റത്തെ ഇനി മറ്റുള്ളവരിലേക്കും എത്താൻ സിനിമകളിലൂടെ ചെയ്യുന്ന പരിപാടി തന്നെ ശരിക്കും അത് പ്രാക്ടിക്കലി നടത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊരു സംരംഭത്തിൽ നമുക്കിന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്? ആദ്യം ഞാൻ 14 വയസ്സ് മുതൽ സെൻസായി ജോണി എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ പോകുമായിരുന്നു കരാത്തെ മാർഷ്യൽ ആർട്സ് പഠിക്കാനായിട്ട്. അപ്പം അത് ഒരു 5 വർഷത്തോളം 5-6 വർഷത്തോളം ഞാൻ പുള്ളിയുടെ ശിഷ്യനായിരുന്നു. പിന്നെ പുള്ളി ഇവിടുന്ന് മൂവാറ്റുപുഴയിലേക്ക് പോയി, ഞാൻ സിനിമയും കാര്യങ്ങളുമായിട്ട് എൻ്റെ ലോകത്തേക്ക് കിടന്നു. അപ്പോൾ 5 വർഷം ആ സമയത്ത് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും ലെവലിൽ നല്ല രാവിലെ 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളിൽ വന്നിരുന്നിട്ട് മറ്റേ സിനിമകൾ കാണാം. ഈ കരാട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൂസിൻ്റെ പടങ്ങൾ, എൻ്റർ ദ ഡ്രാഗൻ, റിട്ടേൺ ഓഫ് ദ ഡ്രാഗൻ, ചക്ക് നോറിസിൻ്റെ പടങ്ങൾ, അങ്ങനെ ഓരോ സാധനങ്ങളും കാണുക. ഇതാണ് പരിപാടി. അപ്പം ക്ലാസ് കഴിഞ്ഞൊരു 9:30 ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ DVD ഒക്കെ എടുത്തുകൊണ്ട് വയ്ക്കും. ആ സമയത്ത് VHS കാസറ്റാണ്. അപ്പോൾ അപ്പച്ചനും അമ്മ ഇങ്ങനെ നോക്കി ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. 11 മണിയാകുമ്പോൾ സിനിമ ഇടും. ഒരു 2 മണിയാകുമ്പോൾ അമ്മ ഫുഡ് എടുത്ത് നോക്കാൻ പറയും, ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ സൈക്കിളായിട്ട് പുറത്തേട്ടിറങ്ങി ഒന്ന് ചുറ്റിക്കിറങ്ങി വീണ്ടും ഈ സെൻസായി ജോണിൻ്റെ വീടിൻ്റെ ടെറസ് ഉണ്ട്, എൻ്റെ മുകളിൽ പോയിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യും. രാത്രി 8:30 മണിക്ക് കിടന്ന് ഉറങ്ങും. ഇങ്ങനെ 4 വർഷം. അപ്പം എൻ്റെ ഭാവി എന്താവുന്നും കൂടി ചിലപ്പോൾ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ കുടുംബക്കാർ. ഇവന് ഇത് മാത്രമുള്ള പണി എന്നുള്ള രീതിയിൽ. പിന്നെ സിനിമ അതിനിടയിൽ വന്ന് കയറിയതാണ്. സിനിമ വന്ന് കയറി സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദയനാണ് താരം ആ 4 വർഷമാണ് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പതുക്കെ ചില രസങ്ങൾ, മദ്യപാനം, പുകവലി, അങ്ങനെ നമ്മളൊരു പ്രായം ഇതിൻ്റെയൊക്കെ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കും. ഇതിൻ്റെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ എൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി നമ്മൾ ആരും ആലോചിക്കില്ല. ആദ്യം രസം, ചിലപ്പോൾ ആദ്യം ഒരു ചെറിയ സ്മോളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ അത് പതുക്കെ 2 ആവും, ചിലപ്പോൾ ശരീരത്തിൽ പിടിക്കാതെ ആവും, അപ്പോൾ 3-4 ആവും. മനസ്സിലായോ? ഇത് നമ്മൾ പിന്നീട് അതിൻ്റെ അഡിക്റ്റായി മാറും. ആദ്യം രസത്തിന് വേണ്ടി തുടങ്ങുന്നത്. ചിലപ്പോൾ ഒരു സിഗരറ്റ് ആയിരിക്കും ആദ്യം വലിക്കുന്നത്. ആ സിഗരറ്റ് വലിച്ച് കുഴപ്പമില്ല എന്നുള്ളതായി. പിന്നെ 2 3 അത് പിന്നീട് ഒരു പാക്കറ്റിലേക്കും 2 പാക്കറ്റിലേക്കും മാറും. ഞാൻ അത്രയും ചെയിൻ സ്മോക്കറൊന്നും ആയിട്ടില്ല. സിഗരറ്റ് വലിക്കുമായിരുന്നു, മദ്യവും കഴിക്കുമായിരുന്നു. അപ്പോൾ ഇത് വന്ന് ഈ പറഞ്ഞ പോലെ അപ്പോൾ മദ്യം കുടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പം ഇതെല്ലാം വന്ന് പതുക്കെ വെയിറ്റ് കൂടാൻ തുടങ്ങി. ഒരു 10-12 വർഷം കൊണ്ട് ഏകദേശം ഒരു 103 കിലോയിലേക്ക് എത്തി ഞാൻ. അപ്പോൾ എനിക്കിപ്പം ഷൂട്ട് സമയത്ത് നമുക്ക് എനർജിയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെത്താനൊരു എനർജി വരും, അത് വന്നിരിക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഹൗൾഡാരി എന്നുള്ള സിനിമ, ഹൗൾഡാരിക്ക് മുംബൈ പോലീസിൻ്റെ സമയത്ത് യാദൃശികമായി എൻ്റെ ഗുരുനാഥനെ വീണ്ടും കണ്ടു, സെൻസായി ജോണിനെ. കൊച്ചിയിൽ തോപ്പുംപടിയിൽ പുള്ളി മൗനം കൂടി ഒരു പാസിങ്ങിൽ ഞാനതൊരു കറി മേടിക്കാൻ ഫുഡ് മേടിക്കാൻ പോയപ്പോൾ പുള്ളി അവിടെ വന്നു. ഞങ്ങളൊരു 5 മിനിറ്റ് വീണ്ടും കണ്ടു. പുള്ളി എന്നെ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് എൻ്റെ നമ്പർ മേടിച്ച് പോയിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ എന്ത് കോലത്തിലിരിക്കണത്, ഇതിനു മുമ്പ് എന്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സിനിമ യു ക്യാൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഇപ്പോൾ പുള്ളി അങ്ങനെ ട്രെയിനിങ് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. പുള്ളി ഒരു സർവീസായിട്ടാണ്. പുള്ളിക്ക് ഇറ്റ്സ് നോട്ട് ഫോർ മേക്കിംഗ് മണി. അപ്പോൾ പുള്ളിയുടെ വീടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ
ഒരു പ്രിയ സുഹൃത്തുണ്ട് നവാസ്. ഞങ്ങൾ ഒരുമിച്ച് പുള്ളി വീട്ടിൽ പോകാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ പോയിട്ട് ചെറിയൊരു മുറിയുണ്ട് പുള്ളി, അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ ചെയ്യും. അങ്ങനെ പതുക്കെ ഇതിന്റെ പഴയ സ്പിരിറ്റിലേക്ക് വന്നു പുള്ളി. ആക്ച്വലി അങ്ങനെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. കാരണം ആ സ്പിരിറ്റ് എന്നിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ലൈഫിൽ കണ്ടെത്തുന്നതും അത് നമ്മളിൽ ഉണ്ടെന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നീട് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് പതുക്കെ പിന്നെ മുംബൈ പോലീസ് ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഒക്കെ വേണ്ടി വന്നു. അപ്പം പുള്ളി അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ സിനിമയിൽ പുള്ളിയുടെ വേഷം അഭിനയിച്ചു. ഹവോൾഡാരി വന്നപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അവിടെ ഇതിന്റെ താഴെ ഇപ്പം നമ്മൾ ഇത് ടേണിംഗ് പോയിന്റ് സ്ഥാപനം, പനമ്പള്ളി നഗറിലാണ് ഈ സ്ഥാപനം. അതിപ്പോൾ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ തൊട്ട് താഴെ ഞങ്ങളൊരു സെൻസായി ക്ലാസ് തുടങ്ങി. അപ്പം അതിനുമ്പോൾ ഫ്ലോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫ്ലോറിൽ നിന്ന് പുള്ളി ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഭംഗിയാക്കണം എന്നുള്ള ചിന്ത വന്നു. അപ്പോൾ ഞാനും സംവിധായകൻ വിനോദ് വിജയൻ, വിൻസെൻറ്റ്, എൻ്റെ പ്രിയ സുഹൃത്ത് നവാസ്, ഞങ്ങളൊരു 4 പേരും കൂടി ഒരു സ്ഥലത്തിരുന്ന് ആലോചിച്ചിട്ട് നമുക്കത് എന്തുകൊണ്ട് സെൻസാനെ പോയി കണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിനൊരു നല്ല രീതിയിൽ ഞങ്ങൾ മാത്രം അനുഭവിക്കുന്നൊരു സുഖം എന്തുകൊണ്ട് മറ്റുള്ളവരേക്ക് എത്തിക്കുക. ആ സമയത്ത് ഞാൻ 85ലേക്ക് എത്തി. ഞാൻ 103 നിന്ന് 85ലേക്ക് എത്തി. എൻ്റെ ദുശീലങ്ങൾ പതുക്കെ ഞാൻ കുറച്ചു, പരിപൂർണമായിട്ട് ഒഴിവാക്കി. പിന്നെ നമുക്കിപ്പോഴായി പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വല്ലപ്പോഴും കമ്പനി കൂടുമ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സമയത്തോ അതല്ലാതെ ഇതിനോടുള്ളൊരു താല്പര്യം പോയി. ഇതിനോട് മദ്യപാനവും അല്ലെങ്കിൽ സിഗരറ്റ് വലി അങ്ങനത്തെ കാര്യങ്ങളുള്ള താല്പര്യം പോയി. അതിൻ്റെ കാരണം സ്പോർട്സാണ്, അല്ലെങ്കിൽ ഈ ഒരു മാർഷ്യൽ ആർട്സ്, യോഗ. കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചിന്തിക്കും, ഇന്ന് ഞാനിത് കഴിച്ചാൽ നാളെ ഞാൻ ബോഡി മാറും. അപ്പോൾ ഇത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് വന്നിരിക്കണമല്ലോ. നമുക്കിപ്പോൾ ഈ മദ്യപാനം നിർത്താനും പുകവലി നിർത്താനും ഓരോ ആശ്രമത്തിൽ കൊണ്ട് ആൾക്കാരുണ്ട്, ടോർച്ചർ ചെയ്ത ആൾക്കാരെ കൊല്ലാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ടേണിംഗ് പോയിന്റിൽ വന്നാൽ തന്നെ ഇത് നിർത്താവുന്ന കാര്യങ്ങളുള്ളൂ. ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു ഫിസിക്കൽ വെൽനസ് ആൻഡ് മെന്റൽ വെൽനസ് നമുക്ക് തന്നെ തോന്നും, നമ്മുടെ മനസ്സിനോട് പറയും ഇനി ഇത് കഴിച്ചാൽ നാളെ പ്രശ്നമാകും. അപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരും. അഥവാ കഴിച്ചാൽ തന്നെ പിറ്റേ ദിവസം റിഗ്രറ്റ് വന്നാൽ തന്നെ നമ്മൾ കഴിക്കില്ല. മനസ്സിലായി? എൻ്റെ ലൈഫ് അതായിരുന്നു. ഞാൻ പരിപൂർണമായിട്ടും അതിൽ നിന്ന് ഞാൻ ഒഴിവായി തന്നെ വേണം പറയാം. വല്ലപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല, സുഹൃത്തുക്കളോട് കൂടുമ്പോൾ ഐ എം ഹാവിങ്. പക്ഷെ അതിനൊരു ലിമിറ്റ് വെച്ച് ഞാൻ സിഗരറ്റ് വലി ഇല്ല, തീരെ ഇല്ല സിഗരറ്റ് വലി. അതൊരു 1 year 2 years ആയിട്ട് ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പം എന്ത് പറ്റി, എൻ്റെ ജീവിത ശൈലി രോഗങ്ങൾ എന്നിൽ നിന്ന് പോകാൻ തുടങ്ങി. അപ്പം ആ ടേണിംഗ് പോയിന്റ് എന്നിൽ സംഭവിച്ചു. അപ്പം നമ്മളാണല്ലോ, നമ്മൾ സാധാരണ പറയുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പം നമുക്ക് ഓറഞ്ചും ആപ്പിളൊക്കെ ആണെങ്കിലും മേടിച്ചു നോക്കാം, തീരുന്നതാണ്. നമ്മൾ തന്നെ അനുഭവിക്കുക എന്ന് പറയുന്നത്. ആ അനുഭവത്തിന് അദ്ദേഹം കണ്ടെത്തിയ, കാരണം കരാത്തയും ഐക്കിജിസും തായ്ച്ചി യോഗ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പുള്ളി തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ്. അത് പുള്ളി മാത്രം കണ്ടെത്തിയ ട്രെയിനിങ് മെത്തേഡ്. അപ്പം അത് പിന്നെ ഞങ്ങളെല്ലാവരും ഒരു 15 പേരുണ്ടായിരുന്നു അവിടെ. ഈ 15 പേർക്കുള്ള മാറ്റം ഞാനും കാണാൻ തുടങ്ങി അത്ഭുതത്തോടെ. അപ്പം അതെന്തുകൊണ്ട് ഈ കൊച്ചിയിലെങ്കിലും വരുത്തണം, കൊച്ചിയിലാക്കാം. അപ്പോഴാണ് പത്രങ്ങളിൽ വരുന്ന കേരളം കൊച്ചി മൂഡ് ഔട്ട്, ഈ ലൈക്ക് ഡിപ്രഷൻ. നമ്മളറിയാതെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെക്കാട്ടിയും അപ്പുറമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ജീവിക്കുന്ന എന്തിന്, ഇനി എന്തിനാ ജീവിതം, നാളെ എന്ത്, നമ്മൾ പോലും ചിന്തിക്കും ചില സമയങ്ങളിൽ. ഇത് കൂടാൻ തുടങ്ങും. എനിക്ക് പൈസയുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഞാൻ എന്തിനാ ജീവിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ, ഞാൻ നാളെ എന്തിനാ, നാളേക്ക് എന്തിനാ എന്നുള്ള ഒരു നിരാശ വരാൻ തുടങ്ങും. ആക്ച്വലി അതാണ് ഡിപ്രഷൻ. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ഡിപ്രഷൻ ചെയ്യാനില്ല. ഭാര്യ മക്കളും എല്ലാവരും ഉള്ളവർക്കും ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലെങ്കിലും ഡിപ്രഷൻ. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ടും ഡിപ്രഷൻ വരാറുണ്ട്. കാരണം എന്തിന് ജീവിതം എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങും. ശരിക്കും അതാണ് റിയൽ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ഇല്ല, മുൻപോട്ടൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നൊരു കാര്യമാണ്. അവിടെ ഈ പറയുന്ന ടേണിംഗ് പോയിന്റ് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ട്രെയിൻ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ നമ്മൾ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ഇന്റേണൽ ഇപ്പോൾ ശവാസനം എന്ന് പറയുന്നൊരു പരിപാടി പുള്ളിയോട് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ഓരോ പാർട്ടിനെ കുറിച്ചും നമ്മൾ ലൈഫിൽ പിന്നെ ജീവിതത്തിൽ 24 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂറായിട്ട് ഉറങ്ങി. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ജീവിതം കെട്ടിപ്പടുത്താനുള്ള ശ്രമങ്ങളാണ് അല്ലേ, പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കുക, നെട്ടോട്ടങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ നെട്ടോട്ടങ്ങൾ ഓടിക്കെട്ടി ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പിന്നെ അവസാനത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, ഇല്ല അമ്മ, ഒരു രാജ്യവും കൂടി ഞാൻ വെട്ടിപ്പിടിച്ചിട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ആ സമയത്താണ് പുള്ളി രോഗ അവസ്ഥയിലേക്ക് ആകുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നൽകാം, എന്നെ രക്ഷപ്പെടുത്തോ, ഇല്ല. അപ്പോൾ ലാസ്റ്റ് എന്താ ചെയ്ത, എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ
എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ. കാരണം ഐ എം നോട്ട്, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നറിയാം, മനസ്സിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. അപ്പം ഇവിടെ ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ശരീരത്തെ സ്നേഹിക്കണം. നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ ശരീരത്തെ നമ്മൾ ദ്രോഹിക്കില്ല എന്ന് പറയുന്നത്. ആക്ച്വലി സൈക്കോളജി അതാണ്. ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് മെത്തേഡ്. ഈ ശരീരത്തെ സ്നേഹിക്കുമ്പോൾ മദ്യപാനം കൊണ്ട് ശരീരദ്രോഹം ഉണ്ടാവും, പുകവലി കൊണ്ട് ശരീരദ്രോഹം ഉണ്ടാവും എന്നുള്ള ചിന്ത നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഡിപ്രഷൻ പോലെ കാര്യങ്ങൾ, അങ്ങനെ ഇതെല്ലാം മാറുന്ന ഒരു സംഗതിയായിട്ട് ഇത് മാറി. ഇപ്പോൾ ഏകദേശം ഒരു 60ഓളം ആളുകൾ പല പ്രായത്തിൽ, ഇതൊരു ഞങ്ങളൊരു ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം ഇല്ല, ഒരു 15-16 വയസ്സ് തൊട്ട് മേളിലേക്ക് 60-70 വയസ്സുള്ള ആൾക്കാരുടെ വരുന്നത്. ഇതിൻ്റെ ഇൻബിറ്റിനുള്ള ഒരു ആർക്കും വേണേ വരാം. ഇവിടെ വന്ന് ചേർന്ന് 2 ആഴ്ച കൊണ്ട് തന്നെ ഭയങ്കര ഇതിൻ്റെ അഡിക്റ്റായി മാറുന്ന ആൾക്കാരാണ്. നമ്മൾ ജീവിതത്തിൽ ആകെ 2 മണിക്കൂർ മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം എൻ്റെ മാറ്റം അതാണ്. ഇപ്പം റാണി അല്ലെങ്കിൽ പത്രത്തിൽ കണ്ട മാറ്റം എന്തുകൊണ്ടാണത്, പിന്നെ ഞാൻ തന്നെ വന്ന് നിന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ 10/20 എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിക്കുന്ന കാര്യം എനിക്കിപ്പോൾ പുറത്തിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രഷറിന് മരുന്ന് കഴിച്ച ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ പ്രായത്തിൽ പല ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. പലരും അഭിമാനം കൊണ്ട് പുറത്ത് പറഞ്ഞാൽ എനിക്ക് ഇനി പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് പലരും മറച്ചു വയ്ക്കുന്നതാണ്. നമ്മൾ തുറന്ന പുസ്തകമാണ്. കലാകാരൻ എന്ന നിലയിൽ തുറന്ന പുസ്തകത്തിൻ്റെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കഴിച്ചിരുന്ന ആളാണ്, 1 വർഷത്തോളം കഴിച്ചിരുന്ന ആളാണ്. ഇപ്പം ഞാൻ കഴിക്കണമില്ല. മഞ്ജു എന്നോട് ദിവസം ഷൂട്ടിംഗ് സമയത്ത് എന്താ പക്ഷേ കഴിക്കണമെന്ന് വെച്ചാൽ മരുന്നാണ്, എന്തിനാ ഈ പ്രായത്തിലാണ്, ഞാൻ അല്ലാണ്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നീട് എന്നെ കണ്ട മഞ്ജു എന്നെ ചോദിച്ചു ഇത് ഭയങ്കര മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞു. കാരണം ആ മാറ്റം ആണ് ടേണിംഗ് പോയിന്റ്. അതിപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാം, ഞാൻ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മളൊരു 3 മാസം 4 മാസമൊക്കെ പോകാറുള്ളതാണ്. നമ്മുടെ ഒരു ജീവിത രീതിയും നമ്മൾ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ലോകത്ത് ആർക്കും സമയം കണ്ടെത്താൻ പറ്റും, ചുരുക്കി പറഞ്ഞാൽ. നമുക്ക് 2 മണിക്കൂർ മാത്രമേ ഇതിന് മാറ്റി വെക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഞങ്ങൾ പുള്ളിയുടെ കൂടെ നിന്ന് ഈ 5 പേരും പുള്ളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ അത് ഭംഗിയായിട്ട് ഇത് പോകുന്നുണ്ട്. ഇനി അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങളിത് സ്പ്രെഡ് ചെയ്യും. ഇപ്പോൾ തുടക്കം കൊച്ചിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അടുത്തേക്ക് പോകാന്നുള്ളതാണ്. ദാറ്റ് ഈസ് അബൌട്ട് ടേണിംഗ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇതിനെക്കുറിച്ച്. ഇപ്പം പറഞ്ഞു ഷൂട്ടിംഗ് തിരക്കുകൾ വരും തീർച്ചയായിട്ടും റോഷൻ ചേട്ടൻ. അപ്പോൾ ഒരു നല്ല കുറച്ചധികം മാസങ്ങൾ അതിന്റെ പിന്നെ ഷൂട്ടിങ്ങും അതിന്റെ കാര്യങ്ങളും സിനിമയായിരിക്കും റോഷൻ ചേട്ടന്റെ പോലും ദിനചര്യകളെ നിശ്ചയിക്കാന്നുള്ള. അപ്പൊ ആ സമയത്ത് ഇതിനെ എങ്ങനെയായിരിക്കും? ഞാൻ ഹവോൾഡാറിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഇല്ലാണ്ട് മുന്നോട്ട് ഇപ്പോൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ദിവസം പോക്കാം. ആ ദിവസം എനിക്ക് തന്നെ ഡിപ്രഷൻ വരും. ദൈവമേ ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല, സങ്കടം വരാൻ തുടങ്ങും. അപ്പോൾ ഷൂട്ടിങ്ങിന് ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ 36 വയസ്സിലെ തമിഴ് ഷൂട്ട് ചെയ്യുമ്പോൾ ജ്യോതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഭയങ്കര എനർജി എന്ന് ചോദിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കേണ്ട സമയത്ത് 6-7 മണിക്ക് ഷൂട്ടിങ് തുടങ്ങണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്നേറ്റാൽ മതി. 1 മണിക്കൂർ മുമ്പ് നേരത്തെ എഴുന്ന് ഉറങ്ങിയാൽ മതി. നമുക്ക് തന്നെ നമ്മൾ ക്ലോക്ക് പോലെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് ഒരു 1 അവർ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മളിത് പഠിച്ചാൽ ഒരു 6 മാസം കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് എത്തും. കാരണം ഇതൊരു ഹൈഡ് ആൻഡ് ചില ആൾക്കാർ ചില ആസനങ്ങൾ ഞാൻ ആൾക്കാരെ ഇതായിട്ട് പറഞ്ഞു, ചില ആസനങ്ങൾ 1 വർഷത്തോളം ഒരു ആസനം പഠിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ ആ 1 വർഷം കഴിഞ്ഞാലും 10 മാസത്തിൻ്റെ ഇരിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഹതയോഗ എന്ന് പറഞ്ഞ പുസ്തകം എടുത്തപ്പോൾ ആ പുസ്തകം ഇത്രയുള്ള കട്ടിയുള്ള പുസ്തകം, ആ പുസ്തകത്തിലുള്ള എല്ലാ ആസനങ്ങളും 2 എണ്ണം ഒഴിച്ചിട്ടുള്ള എല്ലാ ആസനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കണമായിരുന്നു. ഞാൻ അപ്പം തന്നെ പുള്ളിനെ വിളിച്ച് പറയുകയും ചെയ്തു. കാരണം ഇതൊരു ബിസിനസ് അല്ല, ഞങ്ങൾ ഇവിടെ പുള്ളി ചെയ്യിപ്പിക്കുന്നതൊരു സർവീസാണ്. നമ്മളൊരു ഇപ്പോൾ സ്ലിം യോഗ മറിച്ച് ഭയങ്കര ഓവർ പരസ്യം കൊടുത്ത് ചെയ്യുന്ന പരിപാടി. ഞങ്ങൾ പരസ്യം ചെയ്തതല്ല, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇതിനു വേണ്ടി 1 രൂപ പോലും മുടക്കിയിട്ടില്ല പരസ്യത്തിന് വേണ്ടി. ഞങ്ങളുടെ കാര്യങ്ങൾ മീഡിയ സപ്പോർട്ട് ചെയ്തു. കാരണം നല്ല കാര്യത്തിനെയാണ് പത്രങ്ങളും മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുക. അവർ ഒരു മോശക്കാരനെ സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് സമയം കണ്ടെത്താൻ പറ്റും. ഞാൻ ഷൂട്ടിംഗ് സമയത്തും നമ്മൾ ഇപ്പോൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറഞ്ഞു നമ്മൾ എവിടെ പോയാലും. ഇപ്പോൾ ഞാൻ ടൂറ് പോയി, കഴിഞ്ഞിടയ്ക്ക് ഫാമിലിയായിട്ട് ടൂറ് പോയി. അപ്പോൾ ആൻസി എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇയാൾ നാളെ എങ്ങനെ ചെയ്യും, കാരണം 3 തണുപ്പത്തല്ലേ. ഞാൻ അതിരാവിലെ കറക്റ്റായിട്ട് എഴുന്നേറ്റ് ഡ്രസ്സ് ഇട്ട് ഞാൻ ഓടാൻ തുടങ്ങി. ഇവർ നടക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ട്രോട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു ഷൂസ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ രാവിലെ നടക്കുമ്പോൾ ഞാൻ ചുമ്മാ ഒരു 20 മിനിറ്റ്സ് ട്രോട്ടിങ് ഉണ്ട്. അതിങ്ങനെ ചെയ്ത് അവിടെ വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും വാമപ്പായി. കുറച്ച് നേരം അവിടെ എക്സസൈസ് ചെയ്തു. ഇവരവിടെ തോട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞു, കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദാറ്റ്സ് ഇറ്റ്.
നമുക്ക് എവിടെ പോയാലും നമുക്കിപ്പോൾ ഒരു ചെറിയ മുറിയിൽ പോലും ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കൊരു ചെറിയൊരു സ്പേസിൽ, ഒരു 10 അടിയുള്ള സ്പേസിൽ പോലും ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഗുണം. നമുക്കൊരു വലിയ ഗ്രൗണ്ട് വേണമെന്നില്ല. നമ്മളെവിടെ പോയാലും പിന്നെ ടൂൾസ്, ഇപ്പം ചില ആൾക്കാർ പറയില്ല ഇത് കൊണ്ടു നടക്കാനുണ്ട്, മറ്റേ ഡമ്പിളും മറ്റേതും മറിച്ചതൊക്കെ കൊണ്ടു നടക്കാനുണ്ട്. ഞങ്ങളൊന്നും കൊണ്ടു നടക്കാറില്ല. നമ്മുടെ ശരീരത്തിനെ കൊണ്ടു നടക്കണം. ആ ശരീരം വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റോഷൻ ചേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ആദ്യ സിനിമ തൊട്ട് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും എന്തെങ്കിലും വ്യത്യസ്തത, അത് മനഃപൂർവ്വമുള്ളൊരു അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടല്ല, പക്ഷെ എന്നാൽ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ പ്രസക്തമായ, ആ കാലഘട്ടത്തിന് ആവശ്യമായത് എന്നുള്ള രീതിയിലാണ്. അപ്പം അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൂടെ ഉള്ള റൈറ്റേഴ്സ് എന്ന രീതിയിലുണ്ടായിട്ടുള്ളത് ബോബി സഞ്ജയ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ സിനിമകളെ, ഇപ്പം റോഷൻ ചേട്ടൻ്റെ ഒരു പ്ലാനിങ് ആണെങ്കിലും ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് എന്താ പറയുക, നമ്മളൊരു ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കാരണക്കാരൻ ശ്രീനിവാസനാണ്. കാരണം 4 വർഷമാണ് ഞാൻ പുള്ളിയുടെ കൂടെ സഞ്ചരിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ്, സിനിമയോടെ എൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റിയത് പുള്ളിയാണ്. P.F. മാത്യൂസ്. ഈ 2 റൈറ്റേഴ്സിനോട് ഞാൻ എന്നും കടപ്പെട്ടവനാണ്. കാരണം എന്നെ പബ്ലിക് ലൈബ്രറിയിൽ കൊണ്ടുപോവുക, വേൾഡ് സിനിമയെ പരിചയപ്പെടുത്തുക, ഇത് P.F. മാത്യൂസ് ചെയ്തത്. സിനിമകൾ വ്യത്യസ്തമായിരിക്കണം, ഇത് എന്നെ പഠിപ്പിക്കുന്നതും ശ്രീനിവാസനാണ്. ആ ക്രെഡിറ്റ്സ് അവർക്കാണ്, എനിക്കല്ല ക്രെഡിറ്റ്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെയ്തൊരു കാര്യം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. മനസ്സിലായി? ഞാൻ ഇനി ഒരു സിനിമ ബേസ്ഡായിട്ട് ഒരുപാട് കഥകൾ എനിക്ക് വന്നു, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാത്ത, ഞാനൊരു സിനിമ ബേസ്ഡ് സിനിമ ചെയ്ത് കഴിഞ്ഞു. അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോലീസ് സ്റ്റോറി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നും ഞാൻ ചെയ്യാത്ത വിഷയങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ഞാനതിൽ എല്ലാ റെസ്പെക്റ്റോടും പറയാം, ഞാൻ വിജയവും പരാജയത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാറില്ല. എനിക്കിഷ്ടപ്പെടുന്ന, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സിനിമകൾ കണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പ്രേക്ഷകനുണ്ട് എൻ്റെ ഉള്ളിൽ. ഞാൻ തന്നെ എന്നിലൊരു പ്രേക്ഷകനുണ്ടല്ലോ, ഇപ്പം റാണിയിലൊരു പ്രേക്ഷകനുണ്ട്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും ഒരു പ്രേക്ഷകനുണ്ട്. ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു 300 പേര് തിയേറ്ററിൽ വരുന്നു അല്ലേ? ഈ 300 പേരും 300 ചിന്താഗതിയാണ്. ഒരാൾ രാവിലെ വന്നു, അയാൾക്ക് കുറച്ച് ഏസിനകത്ത് ഇരിക്കണം, കുറച്ച് ഏസി കയറിയിരിക്കാന്ന് തോന്നിയ ആൾക്കാരുണ്ട്. പ്രണയിക്കുന്ന പെണ്ണുമായിട്ട് കയറി വന്നിരിക്കുന്ന ആളുണ്ട്. ഓക്കെ, സിനിമ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭർത്താവും ഭാര്യ തമ്മിൽ വഴക്കിട്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. ട്രെയിൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ മതി, ട്രെയിനിൽ ഇനി 2 മണിക്കൂർ കഴിയും, എങ്ങനെ സിനിമയ്ക്ക് ഇരിക്കാം, അങ്ങനെ സിനിമയ്ക്ക് കയറാം. ഇങ്ങനെ ഏത് പടം പോലെ അറിയാം, തുടങ്ങുമ്പോഴറിയാം ഇതാണ് സിനിമ, കണ്ടിരിക്കാം, ഉറങ്ങാം, ഇന്ന് എസിൽ ഇരുന്ന് 2 മണിക്കൂർ ഇരുന്ന് ഉറങ്ങാം എന്നോർത്ത് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഈ 300 പേര് ഇങ്ങനെ വന്നിരുന്ന് ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആ 300 പേരെയും പിന്നെ കൊണ്ടുപോകണം ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെയുള്ളൊരു സംവിധായകനാണ് നയിക്കുന്നത്. ഡിറക്ഷൻ എന്ന് പറയുന്നതാണ്. അത് പിന്നെ അത് നയിക്കുമ്പോൾ ആ നയനം അവർക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറയാം, ആ ഒരു 300 പേർക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലവർക്ക് അത് പറയാറുണ്ട്, എനിക്കറിയാം ഓഡിയൻസ് എന്താ വേണ്ടത്, എനിക്കറിയില്ല. ടു ബി ഓണസ്റ്റ്, എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് വേണമെന്ന് അറിയാം, എൻ്റെ പ്രേക്ഷകൻ എന്ത് വേണമെന്ന് പറയാം. എൻ്റെ പ്രേക്ഷകൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഉള്ളിലുള്ള പ്രേക്ഷകനാണ്. അത് ഇഷ്ടപ്പെടുന്ന, ആ പാറ്റേൺ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടോ. ഈ 300 പേരും പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 100 പേര് പൊട്ട സിനിമ എന്ന് പറയും, 50 പേരും കുഴപ്പമില്ലെന്ന് പറയും. ഈ എൻ്റെ ടേസ്റ്റോട് ഇഷ്ടപ്പെടുന്നത് 100 പേരെ കൊള്ളാക്കുക. ആ 100 പേരെ കൂട്ടാന്നുള്ളതാണ്, നമ്മൾ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. 1. 2, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റ് അറിയാതെ നമ്മളിലേക്ക് വരും. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു മനസ്സും ശരീരവും ചിന്തയും നല്ലോണം തുറന്നു വയ്ക്കുക, അഴുക്കുകൾ ഉണ്ടാക്കാണ്ടിരിക്കുക. അത് പറ്റാണ്ടിരുന്നാൽ അറിയാതെ തന്നെ ഈ ലോകത്ത് എവിടെയും ഉണ്ട് കഥകൾ, നമ്മൾക്ക് തന്നെ അറിയാതൊരു കഥ കയറി വരും, അറിയാത്തൊരു പുതിയ ചിന്ത വരും. ആ പുതിയ ചിന്ത, ഒരുപാട് ചിന്തകൾ വരും. നമ്മളൊരു കഥ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 100ഓളം തോട്ട്സ് വരും. ഈ 100 തോട്ട്സിൽ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കളയും. അതിലൊരെണ്ണം നമ്മൾ ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്യുന്നത് അറിയാതെ അത് ഡിഫറൻസ് ആയിരിക്കും. ആ ഡിഫറൻസാണ് ഈ പറയുന്ന സിനിമകൾ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇത് ഇതിനുമ്പോൾ വന്നതാണല്ലോ, അപ്പോൾ ഈ കഥയോ ഇത് ഇതിനുമ്പോൾ കണ്ടതാണല്ലോ, അപ്പോൾ ഈ സീനോ ഇത് ഇതിനുമ്പോൾ കണ്ടതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളറിയാതെ പുതിയ കാര്യം കണ്ടെത്താൻ ശ്രമിക്കും. ഈ പുതിയത് കണ്ടെത്തുമ്പോൾ എന്ന് പറയുമോ റാണി, അതിലൊരു നമ്മൾ 2 വിഭാഗം ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്, ആർട്ടിസ്റ്റ് ആൻഡ് ക്രിയേറ്റേഴ്സ്. ക്രിയേറ്റർ എന്ന് പറയുന്നത് ഈ ഓൾവേസ് ലുക്ക് ഫോർ ന്യൂ തിങ്സ്, ഈ വോണ്ട് ടു ഇൻവെന്റ് ന്യൂ തിങ്സ് എന്നുള്ളത്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, ആർട്ടിസ്റ്റ് ഓൾവേസ് ഫോളോ ദ ക്രിയേറ്റർ. കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അപ്പോൾ റിസ്ക് എടുത്തുകൊണ്ടാണ് ഗേ എലമെന്റ് വെച്ചിട്ട് ഞാൻ പടം ചെയ്തത്, മുംബൈ പോലീസ്. അപ്പോൾ അത് റിസ്ക് ആണത്. കാരണം അതിന് ഏത് ക്ലൈമാക്സ് ഒപ്പിക്കാം.
ഇപ്പോൾ ഓടിയതിനെക്കാട്ടിൽ 100 ദിവസം ഒരു പടം കൂടുതലോടും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളതല്ല, ഓടിക്കാനല്ല, ഞാൻ അവിടെ നോക്കിയതൊരു പുതുമ എന്ത് പറയാൻ പറ്റും. ഇയാൾ കൊല്ലാൻ കാരണം, ഇയാൾ റിഗ്രറ്റ് ചെയ്യാൻ കാരണം, രണ്ടും വേണം. അപ്പം അതിനൊരു പുതുമ വേണം. ആ പുതുമ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു പുതുമ കണ്ടെത്താനുള്ളൊരു ശ്രമമായിരിക്കാം. ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ സിനിമ ഇടിച്ചത് കാണണമെന്നുള്ളതാണ്. ഓരോ ടിക്കറ്റിൽ സീനില്ലേ, അതടിച്ചതിനാണ് ഞാൻ മനസ്സിലായോ. ഇങ്ങനെയും സിനിമ ഉണ്ടോ എന്നുള്ള ചിന്തയുണ്ട്. നമ്മളൊരു ആ സിനിമ കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ കൊണ്ടുനടക്കും. ഹിറ്റാകുമ്പോൾ നടമാർക്കാൻ പോകും. മനസ്സിലാക്കും. കായങ്ങളുടെ കൊച്ചുണ്ടിക്ക് ഞങ്ങൾ കാണുന്ന ഒരു പ്രശ്നം